ശരിക്കും ക്യാപ്റ്റൻ ആരാണ്? നിലമ്പൂരിൽ തോറ്റിരുന്നെങ്കിൽ സതീശന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ വിജയത്തിലേക്ക് നയിച്ച വ്യക്തിയെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർ പറയും അത് തെറ്റാണെന്ന്. കാരണം കോൺഗ്രസിൽ യഥാർത്ഥ മത്സരം നടക്കുന്നത് ഈ ക്യാപ്റ്റൻ സ്ഥാനത്തിനായാണ്. കേഡർ പാർട്ടിയായ CPM പോലും 2 തവണ ഭരണം നേടിയെടുക്കാൻ മുന്നിൽ നിന്ന് നയിച്ച പിണറായി വിജയനെ കപ്പിത്താൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് CPM-ൽ ആരും എതിർപ്പുമായി വരുന്നുമില്ല. കാരണം ക്യാപ്റ്റൻസിക്ക് CPM-ൽ മത്സരമില്ലെന്നത് തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ പാർട്ടി തോറ്റാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്ന പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AICC നേതാക്കളായ KC വേണുഗോപാലിന്റെയും ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലായിരുന്നു സതീശൻ തുറന്നടിച്ചത്. ഉപതെരഞ്ഞെടുപ്പിലെ വിജയം പാർട്ടിയെ സംബന്ധിച്ച് നല്ലതും നേട്ടവുമാണ്. എന്നാൽ നിലമ്പൂരിൽ നേരെ മറിച്ച് എന്തെങ്കിലുമായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ എനിക്ക് എന്താണ് ഉണ്ടാവുകയെന്നത് അറിയാമായിരുന്നുവെന്നാണ് സതീശൻ പറഞ്ഞത്. സതീശന്റെ ഈ ചോദ്യം വലിയൊരു ശരി തന്നെയാണ്. UDF ജയിച്ചപ്പോൾ ഒരുപാട് അവകാശികൾ ഉണ്ടായി എങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ സതീശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൻവറിനെ മാറ്റി നിർത്തിയപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം കൂട്ടിയപ്പോഴും സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പാണ് ആദ്യം ഉണ്ടായത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും സതീശനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. മാറ്റി നിർത്തപ്പെട്ടതിന്റെ പേരിൽ അൻവറിന്റെ തെറിവിളി മൊത്തം കേട്ടതും സതീശൻ തന്നെയാണ്. അപ്പോഴെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സതീശൻ തന്നെയാണ് ശരിക്കൻ ക്യാപ്റ്റനായത്. ഇന്നലെ നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ക്യാപ്റ്റൻ മേജർ വിഷയം ചൂടേറിയ ചർച്ചയ്ക്ക് തന്നെ കാരണമായി. ഇത്തരം പ്രവണതകൾ പാർട്ടിയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു. നേതാക്കളെ ക്യാപ്റ്റനും മേജറും പദവികൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് നല്ലതല്ല എന്ന് അവർ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണിതെന്നും ആ സമയത്ത് നേതാക്കളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പിന് കാരണമാകുമെന്നുമായിരുന്നു ഇരുവരും ഉന്നയിച്ചത്. ഈ അഭിപ്രായത്തോട് മറ്റ് നേതാക്കളും പിന്തുണ അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തൽക്കാലം വിരാമമായി. എങ്കിലും ക്യാപ്റ്റൻ പദവിക്ക് വേണ്ടിയുള്ള മത്സരം വരും ദിവസങ്ങളിൽ ശക്തമായി മുന്നേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത് പാർട്ടി കോൺഗ്രസ് ആണ്.